സോളാർ കമ്മീഷനിൽ തനിക്ക് തടസ്സമില്ലാതെ ഹാജരാകാൻ അവസരമൊരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് പ്രതി സരിത എസ് നായർ. കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് യാത്ര ചെയ്യുന്നതിനാലാണ് കൃത്യമായി കമ്മീഷനിൽ ഹാജരാകാനാകാത്തത്. കേസിൽ തനിക്ക് ബാഹ്യസമ്മർദ്ദമുണ്ടെന്നും സരിത സ്ഥിരീകരിച്ചു. ബാഹ്യസമ്മർദ്ദം മൂലമാണ് വിസ്താരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന സോളാർ കമ്മീഷന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സരിത. സത്യം പറയാനൊരുങ്ങുമ്പോഴുള്ള സ്വാഭാവിക സമ്മർദ്ദമാണ് ഇത്. ബാഹ്യസമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്കിടയിൽ തന്നെയുള്ള സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ആണെങ്കിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ആവശ്യങ്ങളും പറയാറുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇന്ന കാര്യം പറയുന്നത് ശരിയാകുമോ, ഇന്ന കാര്യം പറയുന്നത് നല്ലതാണോ എന്നൊക്കെ പലരും പല രീതിയിൽ എന്റെ അടുത്ത് അഭിപ്രായം പറയാറുണ്ട്. കോടതികളിൽ നിന്നും കോടതികളിലേക്കുള്ള യാത്ര മൂലമാണ് കമ്മീഷനിൽ കൃത്യമായി എത്താൻ കഴിയാത്തത്. കേസുകൾ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി കമ്മീഷന് മുന്നിലെത്താൻ അവസരമൊരുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരാണ് പറയേണ്ടത്. ഇങ്ങനെ ഇതുപോലെ കേസ് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഷെഡ്യൂൾ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഇപ്പം കോടതിയിലും ഒരേ സമയം പ്രത്യക്ഷപ്പെടണം, കമ്മീഷനിലും ഒരേ സമയം പ്രത്യക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടല്ല, എനിക്ക് തോന്നുന്നു ദൈവതമ്പുരാന് പോലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. സരിതയുടെ വിസ്താര തീയതി നിശ്ചയിക്കുന്നതിനായി അടുത്ത 18-ന് ഓഫീസിലെത്താൻ അഭിഭാഷകനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിസ്താരം 25-ന് നടക്കും. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ജിക്കുമോൻ, ജോപ്പൻ, സലിംരാജ്, DGP TP സെൻകുമാർ എന്നിവരുടെ വിസ്താരവും അടുത്ത ദിവസങ്ങളിലായി നടക്കും. റിപ്പോർട്ടർ, കൊച്ചി.